Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Rugby. As usual, let us begin with a prayer. Pater noster, cuis in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എന്നോട് ഒരുപാട് പേര് ഓണം ആഘോഷിക്കാൻ പറ്റുമോ, ഓണത്തെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ കൃപാസനത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അത് ഈശോ അനുവദിക്കുകയാണെങ്കിൽ കൃപാസനത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പോൾ ഓണത്തെ സംബന്ധിച്ച് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓണത്തെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നോയൽ മൂത്തേടത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പറുദീസ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്കതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാവും. ഇപ്പം ഓണം ചേട്ടാ ഞങ്ങൾ ആഘോഷിച്ചോട്ടെ എന്ന് നിങ്ങൾ സത്യത്തിൽ എന്നോടല്ല ചോദിക്കേണ്ടത്. നിങ്ങളുടെ ആത്മീയ പിതാവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിഷപ്പാണ്. ഒരു രൂപതയുടെ കാറ്റക്കിസ്റ്റ് ആ രൂപതയുടെ ബിഷപ്പാണ്. ഒരു ബിഷപ്പാണ് അതിന് മറുപടി പറയേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാനിത് ആരും കുറ്റപ്പെടുത്തി പറയണമെന്നല്ല, നമ്മളൊരു മെയിൽ അയച്ചാൽ വിശ്വാസപരമായ കാര്യമായിക്കൊള്ളട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു മറുപടി തരാനുള്ള മാന്യത പോലും നിർഭാഗ്യവശാൽ കേരളത്തിലെ പല ബിഷപ്പന്മാരും ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഒരു പക്ഷേ അവർ തിരക്കായതുകൊണ്ടായിരിക്കാം. എന്നാൽ യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കയിലൊക്കെയുള്ള അവരോട് നോക്കണം, അവരുടെ രൂപതയെ പോലും അല്ലാത്ത ഇന്ത്യക്കാരനാണ് ചോദിക്കുന്നത് മെയിൽ അയച്ചിട്ട് വിശ്വാസപരമായ കാര്യങ്ങൾ. അവർക്ക് മറുപടി തരാൻ സമയമുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വൈദികരെ കുറ്റം പറയല്ലേ, മെത്രാനെ കുറ്റം പറയും. ഇത് കുറ്റം പറയലല്ല എന്നുള്ളത് മനസ്സിലാക്കുക ദയവ് ചെയ്ത്. ഇത് നമ്മൾ പറയാത്തത് കൊണ്ടാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു മെത്രാൻ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു വീഴ്ച വരുത്തുമ്പോൾ ആരാണ് തിരുത്താനുള്ളത്? ഇന്നത്തെ ഈ ആനുകാലിക സാഹചര്യത്തിൽ ആരാണ് തിരുത്താനുള്ളത്? അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ഒരു കാര്യം, ഒരു അഭിപ്രായം പറയാൻ നമുക്ക് എവിടെയാണ് വേദികളുള്ളത്? നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു അദാലത്ത് സിസ്റ്റം ഉണ്ട്. അദാലത്ത്, നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ പരാതികളെല്ലാം പറയാം, അവർ തീർപ്പ് കൽപ്പിക്കും. നമുക്ക് എവിടെയുള്ളത്? ഇപ്പോൾ ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നമ്മുടെ ഒരു ഇഷ്യൂ പറഞ്ഞാൽ മറുപടി തരുന്ന എത്ര മെത്രാന്മാരുണ്ട്? അപ്പോൾ ഇത് സ്വയം വിമർശനമായി എടുത്ത് നമ്മൾ മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. സ്നേഹത്തിൻ്റെ പുറത്ത് പറയണത്. പത്രോസ് പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ പത്രോസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ സംസാരിച്ചു. അത് ആരെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അല്ല. സഭ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തോട് പറയുന്നതാണ്. എന്നാൽ നമ്മൾ കാണുന്ന ഒഫീഷ്യലായിട്ടുള്ള ബ്രദർമാർ ഇവരാരും ഈ പരിപാടി ചെയ്യത്തില്ല. കാരണം ആ പരിപാടി ചെയ്താൽ അന്ന് ഇവരുടെ ആഫീസ് പൂട്ടേണ്ടി വരും, ഇവരുടെ ചാനൽ നിർത്തേണ്ടി വരും, ഇവരുടെ വചനപ്രഘോഷം അവിടെ തീർന്നു. അതുകൊണ്ട് അവരൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയും. നേരിട്ട് വരാൻ അവർക്ക് ഭയമാണ്. കാരണം അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വചനപ്രഘോഷണം വഴിയാണ് അവർ ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ട് അവർക്ക് അവരുടെ മെത്രാനെ പിണക്കിയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അപ്പം ഒരു വൈദികനാ പറയുന്നെങ്കിൽ ഉടനടി അദ്ദേഹത്തിൻ്റെ നടപടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ. എന്നാൽ വിദേശ രാജ്യങ്ങളിലുള്ള അവരുടെ രീതി അങ്ങനെയല്ല. അവരത്ര വലിയ അസഹിഷ്ണുതയുള്ള മെത്രാന്മാരല്ല അവിടെയുള്ളവർ. ഒരു വൈദികർ പറഞ്ഞാൽ അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന രീതിയിൽ അവരെടുക്കും. അതായത് എന്തെങ്കിലും ഒരു വിമർശനപരമായ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയാണെങ്കിൽ അപ്പോഴേക്കും വായ അടപ്പിക്കും. അപ്പം ഇതാണ് കേരളത്തിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഇവരാര് തിരുത്തും? മെത്രാന്മാരാരും നമ്മളാരും പൂർണ്ണരായിട്ടല്ല നമ്മളിത് പറയുന്നത്. ഇത് പറയുന്നത് ഒരു യൂത്ത് എന്ന രീതിയിൽ എനിക്ക് മടുത്തു. ഐ ആം ഫെഡ് അപ്പ് ഓഫ് ദ കാത്തലിസം ഇൻ കേരള. മടുത്തതിന് അങ്ങേയറ്റത്തെത്തി എന്നുള്ളതാണ് അവസ്ഥ. അതായത് എത്ര പിള്ളേരാണ് ഇങ്ങനെ ഇസ്ലാം മതത്തിലോട്ട് പോകുന്നു, എത്ര പിള്ളേർ വിശ്വാസം ത്യജിച്ചു പോകുന്നു. അതൊന്നും ഈ ഗ്രൗണ്ട് ലെവലുള്ള കാര്യങ്ങളൊന്നും മെത്രാന്മാരും വൈദികരും അറിയുന്നില്ല എന്നുള്ളത്. ഞാൻ വൈദികരൊക്കെ ദൈവതുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്. ഈശോയെ പോലെ ഞാൻ കാണുന്നത്. അവരുടെ ഒരാരുടെയും വീഴ്ചകളിൽ ഞാൻ ഒരിക്കലും ആഘോഷിക്കാറേയില്ല. അതെൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കാരണമാണ് ആ വൈദികൻ വീണത് എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളൂ. എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കാരണം. പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളിൽ ആരെങ്കിലും തെറ്റു പറഞ്ഞാൽ ഞാൻ അതിശക്തമായ ഭാഷയെ തന്നെ ഞാൻ അതിനെ എതിർക്കും. പല്ലും നഖവും ഉപയോഗിച്ച് തന്നെ ഞാൻ അതിനെ എതിർക്കും. കാരണം ഇത് നിത്യജീവനെ ബാധിക്കുന്ന വിഷയമാണ്. ഒരിക്കലും ഒരു വൈദികനോ ഒരു മെത്രാനോ ഒരു അൽമായനോ വചനപ്രഘോഷണം നടത്തുന്ന ഒരു അൽമായനോ ഒരിക്കലും പറയാൻ പറ്റില്ല
വിശ്വാസപരമായ കാര്യങ്ങളിൽ അയ്യോ എനിക്കിത് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തെറ്റുപഠിപ്പിച്ചു. അറിയില്ലെങ്കിൽ നീ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. അറിയില്ലായിരുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്നാൽ അവർക്കൊരു വീഴ്ച സംഭവിക്കുന്നു. ഒരു സ്ത്രീ വിഷയത്തിൽ അവർ വീഴുന്നു, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ക്രമക്കേടിൽ അവർ വീഴുന്നു, അല്ലെങ്കിൽ തട്ടിപ്പിൽ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമുക്കത് മാനുഷിക ബലഹീനതയായിട്ട് എടുക്കാം. നമ്മൾ മനുഷ്യരാണ്, വീണുപോകും. പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർക്ക് ഒഴിവ് കഴിവില്ല. ഈശോ പോലും അവർക്ക് ഒഴിവ് കഴിവ് കൊടുക്കുന്നില്ല ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ. ആ ഒരു ഇഷ്യൂ ആണ് ഈ ഓണത്തെപ്പറ്റി. ഓണം മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കമൻറ്റാണ് കുറ്റപ്പെടുത്തല്ലേ, വൈദികരെ വിമർശിക്കല്ലേ. എന്നിട്ടിപ്പോൾ എന്തായി ഈ അവസ്ഥ? എന്തായി നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിലുള്ള അവസ്ഥ എന്താണ്? തോമസ് ലീഹയുടെ കാലം മുതലേ ഇന്ന് വരെ 2.3% ഇങ്ങനെ കിടക്കുവാണ്. ഇങ്ങനെ കുറ്റം പറയലേ, വിമർശിക്കല്ലേ എന്ന് പറഞ്ഞ് ഇവരാരും ഇവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല. ഞാൻ പറയുന്ന സത്യമേ, ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഈ എറണാകുളത്തൊക്കെ എന്തുമാത്രം ഉതപ്പാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും ഒരു നടപടി, എന്തെങ്കിലും ഒരു കാര്യം. എന്നിട്ട് ഒരു ദിവസത്തെ പ്രായശ്ചിത്ത സെപ്റ്റംബർ 13 ദിവ്യകാരുണ്യത്തോട് ചെയ്ത നിന്ദകൾ പ്രായശ്ചിത്തമായിട്ട് 1 മണിക്കൂർ സംതിങ് ആണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ കാണുമ്പം ആസ് ഒരു യൂത്ത് എന്ന രീതിയിൽ, ഒരു കത്തോലിക്കൻ എന്ന രീതിയിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനിതൊന്നും പറയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഇങ്ങനെ എന്തൊക്കെയോ ആക്കി വെക്കുവാണ് കത്തോലിക്ക വിശ്വാസത. എന്തൊക്കെയോ 2026 എൻ്റെ രൂപതയിൽ പോലും, കണ്ണൂർ രൂപതയിൽ പോലും മെത്രാന് പറയാൻ പറ്റുന്നില്ല, നിങ്ങൾ പരിശുദ്ധ കുർബാന വൈദികരെ നിങ്ങൾ കയ്യിൽ കൊടുക്കല്ലേ, അത് കോവിഡ് കാലത്തായിരുന്നു, നിങ്ങളിനി നാവിൽ മാത്രം കൊടുക്ക് എന്ന് പോലും ഇവർക്ക് പറയാൻ പറ്റാത്തത്ര എന്ത് തിരക്കാണ് ഇവർക്കുള്ളത്, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ആ വേദനയിൽ നിന്നുള്ള ഒരു രോഷപ്രകടനമാണ് ഞാനീ പറയുന്നത്. ഞാനിതൊന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം വേറെയാണ്. അപ്പോൾ ഇവരെ ആര് തിരുത്തും? നമ്മളെയുള്ളൂ. സ്നേഹത്തോടെ ചില സമയത്ത് നമുക്ക് ഈ രീതിയിൽ പറയേണ്ടതും വരും. ഇത് നിത്യജീവനെയും ഈശോയും നമ്മുടെ ദീപികാരനെ ഈശോയൊക്കെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് നമുക്കിത് പറയേണ്ടി വരുന്നത്. അപ്പോൾ കേരളത്തിലെ പൊതുവെ സ്ഥിതി ഉണ്ടെന്നാണ്. ഇപ്പം ഈ ഓണം ആഘോഷിച്ചോട്ടേന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞു അത് ബിഷപ്പുമാരോട് ചോദിക്കേണ്ടത്. പക്ഷേ നേരായ രീതിയിലുള്ള മറുപടി ഇവർ തരുന്നില്ലെന്നുള്ളതാണ്. അതായത് തന്നാൽ പോലും അത് പലതും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു വ്യക്തി പറഞ്ഞത്, ഒരു ബിഷപ്പിനോട് ചോദിച്ചു യോഗ ചെയ്തോട്ടെ എന്ന്. അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല, യോഗ ചെയ്തു. ഇവർ വിദേശത്തുള്ളൊരു വ്യക്തിയാണ്. അവിടെയുള്ള വൈദികരും മെത്രാന്മാരും പഠിപ്പിക്കുന്നത് ഇത് ചെയ്യരുത് എന്നാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ ബിഷപ്പുമാർ പറഞ്ഞു ചെയ്തു, എക്സസൈസ് എന്ന രീതിയിൽ ചെയ്യാം. കണ്ടോ? അപ്പോൾ നമ്മൾ എങ്ങനെ ധൈര്യത്തിൽ പറഞ്ഞു വിടും? നിങ്ങൾ പോയി നിങ്ങളുടെ ബിഷപ്പിനോട് ചോദിക്കുക. കാരണം അവർ തെറ്റായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് ഒരൊറ്റ വിശ്വാസമേ ഉള്ളൂ, ഒരൊറ്റ ജ്ഞാനസ്നാനമേ ഉള്ളൂ, ഒരൊറ്റ കാത്തലിക് ഫെയ്ത്തേ ഉള്ളൂ. ഈ ഒരൊറ്റ കാത്തലിക് ഫെയ്ത്തിൽ എങ്ങനെ ഒരു വിഷയത്തെപ്പറ്റി 2 അഭിപ്രായം വരുന്നു? ഈ ഓണത്തെ തന്നെ നമുക്ക് എടുക്കാം എക്സാമ്പിൾ. ഇൻസ്റ്റാഗ്രാമിലെ വൈദികർ ഇന്നലെ എന്നെ വിളിച്ചൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ, വളരെ വേദനയോട് കൂടെ പറഞ്ഞൊരു കാര്യമാണ്. കുറേ ഇൻസ്റ്റാഗ്രാം വൈദികരുണ്ട്, ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളത്. അവർ പറയുന്നു ഓണം ആഘോഷിച്ചാൽ കുഴപ്പമില്ല. എന്നാൽ ഇവിടെ വളരെയധികം ഫോളോവേഴ്സ് അതിനേക്കാളുമുള്ള ധ്യാനഗുരുക്കന്മാർ പറയുന്നു ഓണം ആഘോഷിക്കരുത്. ചേട്ടാ, ഞങ്ങളിതിൽ ഏത് ചെയ്യും? ഞങ്ങളെ എന്തിനാ നിങ്ങളിങ്ങനെ കൺഫ്യൂഷനിലാക്കുന്നത്? ഞങ്ങളിതിൽ ഏത് ചെയ്യും? ഞങ്ങൾ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾക്ക് ഭയമായി ഇത് 1-ാം കൽപ്പനയുടെ ലംഘനമാവോ? ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ രീതിയിലുള്ള കാര്യങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്? കത്തോലിക് വിശ്വാസം ഇത്ര അധികം കോംപ്ലിക്കേറ്റഡ് ആണോ? അപ്പം എന്നാൽ ഇസ്ലാമിലോട്ട് നോക്കൂ, അവിടെ ഒരു കാര്യം, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ ഒരു കാര്യത്തെപ്പറ്റി ഒരു അഭിപ്രായമേ ഉള്ളൂ. അപ്പോൾ ഇസ്ലാമിലോട്ട് ആൾക്കാർ പോകുന്നതിൽ അതിശയിക്കാൻ എന്താ ഉള്ളത് ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൊരു വൈദികൻ പറയുന്നു ഓണം നമുക്ക് ആഘോഷിക്കാം, പക്ഷെ ആചരിക്കരുത്. ഓണത്തിന് ആചാരങ്ങളിലോട്ട് പോകേണ്ട, ആഘോഷങ്ങളിലോട്ട് പോകാം എന്ന്. അപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ അടുക്കൽ യൂത്ത് ചോദിച്ച മറുപടി, എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട്. അപ്പം എൻ്റെ അടുത്ത് ഈ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ചേട്ടാ ഓണം ആഘോഷിക്കുന്നത് കുഴപ്പമുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചത്, നമുക്കെന്തുകൊണ്ട് ശിവരാത്രി ആഘോഷിച്ചുകൂടാ? നമുക്കെന്തുകൊണ്ട് വിഷു ആഘോഷിച്ചുകൂടാ? നമുക്കെന്തുകൊണ്ട് ബലിപെരുന്നാൾ, മുസ്ലിങ്ങളുടെ ബലിപെരുന്നാൾ ആഘോഷിച്ചുകൂടാ? ഗണപതി ഉത്സവം നമുക്കെന്തുകൊണ്ട് ആഘോഷിച്ചുകൂടാ? ഇതൊക്കെ സെയിം ആണല്ലോ, ഇതെല്ലാം വരുന്നത് ഹിന്ദു റിലീജിയനിൽ നിന്നാണ്.
അപ്പോൾ നമുക്ക് ശിവരാത്രിയും ഗണേശോത്സവവും വിഷുവും ബക്രീദും ഇതൊക്കെ ആഘോഷിക്കാൻ നമുക്കെന്തോ ഒരു ബുദ്ധിമുട്ട്, എന്നാൽ ഓണം ആഘോഷിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇത് മെജോറിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ പറയുമ്പോൾ കഞ്ചാവും MDMA-യും മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ അപകടം പിടിച്ചതാണെന്ന് നമുക്കറിയാം. എന്നാൽ കാപ്പി നമ്മൾ കുടിക്കുന്നു. കാപ്പിയും ഒരു തരത്തിൽ ലഹരി പദാർത്ഥമാണ്, പക്ഷേ അത് ജനറലി അക്സെപ്റ്റബിൾ ആയതുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ അത് ഓക്കെയാണ്, നമ്മളെ സംബന്ധിച്ചത് ഓക്കെയാണ്. അതുപോലെ ഇപ്പുറത്ത് ഇതേ പാഗൻ ഫെസ്റ്റിവലാണ് ഇവിടെയും ഓണവും. പക്ഷേ അത് പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടും കേരള മണ്ണിൽ ജനിച്ച് വീഴുന്ന ഒരു മലയാളി കുട്ടി ജനിക്കുന്നതും മരിക്കുന്നവരെ നമ്മൾ എക്സാമ്പിൾ പോലും പറയുന്നത് എങ്ങനെയാണ്, ഞാൻ നിന്നേക്കാളും 5 ഓണം മുന്നേ ഉണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മരിക്കുന്നവർ ഈ ഓണാഘോഷങ്ങൾ കാണുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊരു കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഫാദർ സേവ്യർക്കാൻ അച്ഛൻ ഇതിനെപ്പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മതി. 23-24 കർത്താവിൻ്റെ വചനം വ്യക്തമായി നൽകുന്ന നിർദ്ദേശമാണ്. നമ്മൾ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കണം, അത് സൂക്ഷ്മതയിൽ അനുസരിക്കണം. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ആരാധിക്കുന്നില്ല, അതാണ് ഒരുപാട് വിശ്വാസികൾ പറയണത്, ഞങ്ങൾ ആരാധിക്കുന്നില്ല. അങ്ങനെ ചില ആചാരങ്ങളൊക്കെ നമ്മൾ അടുത്ത വാക്യം എന്താ പറയണത്, ആരാധിക്കാതിരുന്നാൽ മാത്രം പോരാ, വേറെ ഒരു കാര്യം കൊണ്ട് കർത്താവ് നിരോധിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? നീ ഇമിറ്റേറ്റ് ചെയ്യരുത് അവരുടെ ആചാരങ്ങൾ. അങ്ങനെ പലതും ആ ഒരു ദേശത്ത് പല കാര്യങ്ങളുണ്ടാവും. ആ ആചാരങ്ങളുടെ പുറകിൽ അതിൻ്റെതായ ഒരു റിലീജിയസ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അത് നീ പഠിക്കണം, നീ അന്വേഷിക്കണം. എന്നിട്ട് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനെ അനുവദിച്ചിട്ടുണ്ടോ നോക്കണം. ആ ആചാരങ്ങൾ നീ അനുകരിക്കരുത്. അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, ഇതിനൊരു ഹിസ്റ്ററി ഉണ്ടോ നോക്കണം. അത് കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഈ കൾച്ചർ എവിടെ നിന്ന് വന്നു എന്നതും കൂടെ നമ്മൾ പരിശോധിക്കണം. ഇവിടെ അച്ഛൻ പറയണത് ഈ പറയുന്ന കാര്യങ്ങൾ ഇത് കൾച്ചറാണെങ്കിലും ഇത് എവിടെ നിന്ന് വന്നു നമ്മൾ ചിന്തിക്കണം. ഇത് വരുന്നത് ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നാണ്. അതേ ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നാണ് ശിവരാത്രിയും ഗണേശോത്സവവും ഇതൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളെന്തുകൊണ്ട് അത് ആഘോഷിക്കുന്നില്ല? അത് കേരള സർക്കാർ ഇത് ഏറ്റെടുത്ത് നടത്തുന്നില്ല, അല്ലെങ്കിൽ ഇത് പൊതുവേ കേരളം മുഴുവൻ അക്സെപ്റ്റബിൾ അല്ല. എന്നാൽ ഓണം എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ ഒരു സംഭവമായിട്ട് എടുത്തത് കൊണ്ട് അത് പാവമല്ലാതായിട്ട് നമുക്ക് മാറുന്നു. പക്ഷെ പുറമെ നിന്ന് നോക്കുന്നവർക്ക് അങ്ങനെയല്ല. വിദേശത്ത് നോക്കുന്ന കുറച്ച് കത്തോലിക്കരെ സംബന്ധിച്ച് ഇതങ്ങനെയല്ല. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നോയൽ മൂത്തേടത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് കണ്ടു കഴിഞ്ഞ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണണം. ഇനി നോർത്ത് ഇന്ത്യൻസ് വാമന ജയന്തിയാണ് അവർ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ട് അവർ മാവേലിയെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല? കാരണം അവരുടെ ഐതിഹ്യപ്രകാരം വാമനനാണ് ദേവൻ, മാവേലി അസുരനാണ്. അസുരനെ പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്താൻ മനുഷ്യാവതാരം എടുത്ത് വന്നു. അപ്പോൾ അവിടെ വാമനനാണ് അവിടെ ഹീറോ. അപ്പോൾ അസുരനെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവരുടെ സങ്കല്പപ്രകാരം അസുരനെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് ഹിസ്റ്ററി പരിശോധിക്കണം എന്ന് അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മളത് നോക്കണം, ഇത് എവിടെ നിന്ന് വരുന്നു. അപ്പം ഓണത്തിൻ്റെ ആചാരങ്ങളിൽ പങ്കെടുക്കരുത്, ആഘോഷങ്ങൾ പങ്കെടുക്കാമെന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ആചാരവും ആഘോഷവും ഇത് രണ്ടും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഡിസംബർ 25 വികാരച്ചൻ പറയാണ്, പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ ക്രിസ്മസ് കുർബാനയിൽ പങ്കെടുക്കേണ്ട. ആചാരം നിങ്ങൾ ക്രിസ്മസ് കുർബാനയ്ക്ക് ശേഷമുള്ള കരോളിലും ഡാൻസ് പാർട്ടിയിലും മറ്റു പരിപാടികളിലും പങ്കെടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാതെ ശരിയല്ലല്ലോ, കുർബാനയില്ലാതെ ഇത് പൂർണ്ണമാവത്തില്ലല്ലോ. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അതുപോലെയാണ് ഓണാഘോഷവും ഓണാചാരവും ഓണാഘോഷവും രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ വൈദികൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യം ഇപ്രകാരമാണ്: തിരുവാതിര കളിക്കാമോ, പൂക്കളം ഇടാമോ? അപ്പോൾ അതിന് അച്ഛമ്മ കൊടുത്ത മറുപടി, മനസ്സ് ശുദ്ധമായാൽ മതി. എന്ന് മുതലാണ് നമ്മൾ ഈ ഒരു ലോജിക്കിൽ നമ്മൾ കാണാൻ തുടങ്ങിയത്. മനസ്സ് ശുദ്ധമായ മതി, നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് ഹെറസി ഓഫ് റിലേറ്റീവിസം. അത് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇത് പാപമാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഈ ഈശോയെ പറ്റിയിട്ടൊന്നും വ്യക്തമായിട്ട് അറിയാതിരുന്ന കാലത്ത്
എന്നിരുന്നാലും കാറ്റഗിസം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ വിഗ്രഹാർപ്പിത ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു. നമുക്കാരും പറഞ്ഞു തന്നില്ല ഇത് തെറ്റാന്നുള്ളത്. ആരവണോ വിഗ്രഹാർപ്പിത ഭക്ഷണം എല്ലാം ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്ന അവസരങ്ങളിൽ ഞാൻ പ്ലസ് ടുവിൽ ഈശോയെ വ്യക്തിപരമായിട്ട് ഞാൻ അറിഞ്ഞു. പിന്നീടാണ് ധ്യാനത്തിന് പോകാൻ തുടങ്ങുന്നത്. അങ്ങനെ കൗൺസിലിങ്ങിൽ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അമ്പലത്തിൽ പോകാറുണ്ടോ, പ്രസാദം കഴിക്കാറുണ്ടോ, ഇങ്ങനെ ഈശോ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ കഴിച്ചു, ഈശോ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ അരവണം കഴിച്ചു എന്നൊക്കെ. ഞാൻ വെച്ചാൽ അതിനിപ്പോൾ എന്താ കുഴപ്പം, അത് ജസ്റ്റ് ഭക്ഷണമല്ലേ, അപ്പോൾ ഈശോയ്ക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും ഞാൻ പോകുന്ന കൗൺസിലിങ്ങിൽ ഇതെന്നോട് ചോദിക്കാറേ ഇല്ല. കാരണം ഈശോ അത് ക്ഷമിച്ച് കഴിയും. എന്നാൽ നിങ്ങൾ നോക്കൂ, ഞാൻ ഈ ഒരു കാര്യം വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാമോ എന്ന് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു മെത്രാന്മാർക്ക് മെയിൽ അയച്ച് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? തീർച്ചയായിട്ടും പല അഭിപ്രായങ്ങളായിരിക്കും അവർക്കുണ്ടാവുക. ഇതാണ് ഞാൻ പറഞ്ഞത്, കത്തോലിക്ക വിശ്വാസത്തിൽ ഇവർ വെള്ളം ചേർത്ത് ഒരു പരിവാക്കി. എന്നാൽ ഞാൻ കേരളത്തിലെ 110 ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനഗുരുക്കന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു 100 പേരെങ്കിലും 99% ധ്യാനഗുരുക്കന്മാരെങ്കിലും ഇത് പറ്റത്തില്ല എന്ന് പറയുമല്ലോ, കഴിക്കരുത്, ഇത് 1-ാം പ്രമാണ ലംഘനമാണെന്ന് പറയുമല്ലോ. അതെന്താ അങ്ങനെ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ് ഞാൻ ചോദിക്കുന്ന കാര്യം. ഒരു വിശ്വാസമേ നമുക്കുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ ഇട്ടാവട്ട കേരളത്തിൽ പോലും ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ 2 അഭിപ്രായം പറയുന്നത്? നിങ്ങൾ എന്തിനാണ് യൂത്തിനെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്? ഒന്നുകിൽ KCBC പറയുക, കേരളം മുഴുവനും 110 ധ്യാനകേന്ദ്രങ്ങളടക്കം ഡാനൽ അച്ഛനും ഡൊമിനിക് അച്ഛനും സീവറക്കൻ അച്ഛനും നായക്കൻ പറമ്പിൽ അച്ഛനും എല്ലാവരും നിങ്ങളുടെ ധ്യാന ഹാളിൽ തിരുവോണ നാളിൽ പൂക്കളമിട്ട് മാവേലിയെ വരവേറ്റ് സദ്യ ഉണ്ട് പായസം കഴിച്ച് ഓണക്കളി കളിച്ചിരിക്കണം എന്ന് നിങ്ങൾ ധ്യാനകേന്ദ്രങ്ങളിലോടും കൂടെ പറയുക. എന്തിനാണ് ഇടവകയിൽ മാത്രം നമ്മളിത് ചുരുക്കുന്നത്? ഇനി സീനഡ് ഓഫ് ഡയംബർസ് 1599 ഉദയംപേരൂർ സുഗനഹദോസ് ഡിഗ്രി 4 ഇപ്രകാരം പറയുന്നു. എനിക്കറിയത്തില്ല ഇതൊക്കെ വാലിഡ് ആണോ എന്ന് അറിയത്തില്ല. എന്നിരുന്നാലും കത്തോലിക്ക സഭയിലെ ആളുകൾക്ക് കൂടിയിട്ട് ചേർന്ന സുഗനഹദോസാണ്. ഇങ്ങനെയാണ് പറയുന്നത്: ഈ ബിഷപ്പിന് കീഴിലുള്ള വിശ്വസ്തരായ അജഗണം വിശുദ്ധമായ അനുസരണത്തിലും പുറത്താക്കലിൻ്റെ വേദനയിലും ഓണമോ മറ്റെന്തെങ്കിലും വിജാതീയ ആഘോഷങ്ങളിലോ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശിക്കുന്നു. 1599 സിനഡ് പറയാണ് നിങ്ങൾ പങ്കെടുക്കരുത്. എന്തെന്നാൽ അന്യ ദൈവ വണക്കത്തിൻ്റെ ചടങ്ങുകൾ അതിലുണ്ട്. പ്രസ്തുത ഉത്സവങ്ങൾ വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടതും അവരുടെ ബഹുമാനത്തിനും ആരാധനയ്ക്കും വേണ്ടി ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കണ്ടോ, അപ്പോൾ ആചാരവും ആഘോഷവും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നീ എന്ത് ആഘോഷിക്കുന്നുവോ അതിൻ്റെ ഉത്ഭവം നീ പരിശോധിക്കേണ്ടതാണ്. യോഗ ഒരു എക്സസൈസായിട്ട് നമുക്ക് ചെയ്യാം, പക്ഷേ എക്സോസിസ്റ്റുകൾ പറയുന്ന എക്സസൈസായിട്ട് പോലും നിങ്ങൾ ചെയ്യരുത്. കാരണം അതിൻ്റെ സോഴ്സ് വരുന്നത് വേറെ ഭാഗത്ത് നിന്നാണ്. അത് ക്രിസ്ത്യാനിക്ക് പറ്റത്തില്ല എന്ന്. അപ്പോൾ ഞാൻ ഓണവുമായി ബന്ധപ്പെട്ടതല്ല പറയണത്, മൊത്തത്തിൽ നമ്മുടെ ഒരു കേരളത്തിലെ കാത്തലിക് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു പാഗനിസം കലർന്ന ഒരു കാത്തലിക് ഫെയ്ത്താണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഇടവകളിലെല്ലാം ഓണപ്പൂക്കളം അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നു? അൾത്താരയിലടക്കം നമ്മൾ ഇട്ട് പാതാളത്തിൽ നിന്ന് വരുന്ന മാവേലിയെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ, ഇപ്പുറത്തെ സൈഡിൽ വചനത്തിൽ ആഴമുള്ള ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന ഭൂതാചാടനം ചെയ്യുന്ന അതിശക്തമായ ദൈവം ഉപയോഗിക്കുന്ന ഈ ധ്യാനഗുരുക്കന്മാർ അവർ വ്യക്തിപരമായിട്ടോ അവരുടെ ധ്യാന കേന്ദ്രങ്ങളിലോ ഇങ്ങനത്തെ ഒരു പരിപാടിയെ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സാധാരണ വിശ്വാസി എന്താ ചിന്തിക്കേണ്ടത്? അപ്പോൾ വചനത്തിൽ ആഴമുള്ള ടീമുകൾ ഇത് ചെയ്യുന്നില്ല. സെക്യുലറായിട്ടുള്ള ന്യൂ ജനറേഷൻ ഇൻസ്റ്റാഗ്രാം വൈദികരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കെന്തോ അറിയാം, ഇവർക്കെന്തോ അറിയത്തില്ല. അവിടെ തന്നെ പിളർപ്പ് വന്നു. ഒരു വിശ്വാസപരമായ കാര്യങ്ങളിൽ 2 അഭിപ്രായം. ഇതാര് തിരുത്തും? ഇത് തിരുത്തേണ്ടത് ആരാണ്? ഒരു കറക്റ്റായിട്ടുള്ള ഉത്തരം ആര് തരും? അവിടെയാണ് പ്രശ്നം. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇസ്ലാം മതത്തിലോട്ട് നോക്കൂ. ഞാൻ നിങ്ങളെ നാണിപ്പിക്കാനാണ് ഞാൻ എപ്പോഴും ഇസ്ലാം മതത്തെ കോട്ട് ചെയ്ത് നിങ്ങൾ പറയുന്നത്. കാരണം നമ്മളിങ്ങനെ വലിയവായി നിലവിളിക്കുകയാണല്ലോ, അയ്യോ ഞങ്ങളുടെ പിള്ളേരെ കൊണ്ടുപോകുന്നേ. പിള്ളേരെ കൊണ്ടുപോകണതല്ല, പിള്ളേർ പോകുന്നതാണ്. പരിശുദ്ധ കുർബാനയെ പറ്റി നിത്യജീവനെ പറ്റിയിട്ടും പിള്ളേരെ പഠിപ്പിച്ചിരുന്നെങ്കിൽ പിള്ളേർ പോകത്തില്ല. അപ്പം ഏറ്റവും സഭയുടെ സോഴ്സ് ആൻഡ് സബ്മിറ്റായിട്ടുള്ള പരിശുദ്ധ കുർബാനയെ ഇട്ട് നിങ്ങൾ ആറാടുമ്പോൾ പിള്ളേർ ചിന്തിക്കുമോ അപ്പോൾ ഇത് വെറും ഒരു ഗോതമ്പ് അപ്പമേ ഉള്ളൂ, എന്നാൽ പിന്നെ ഇസ്ലാം മതത്തിലോട്ട് പോവാം. കാരണം അവിടെ അവരുടെ പുരോഹിതർ, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവരുടെ മദ്രസയെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഒരു കാര്യത്തെപ്പറ്റി ഒരു അഭിപ്രായമേ ഉള്ളൂ. എന്നാൽ നമുക്കോ യേശു ഏകരക്ഷകനാണെന്ന് പറയുന്നതിനെ പോലും
എത്ര അഭിപ്രായം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ പിള്ളേർ ഇസ്ലാം മതത്തിലോട്ട് കൂടുതലായിട്ട് പോകുന്നത്. ഞാനൊരു ബിഷപ്പിനെ അയച്ചു, ഇങ്ങനെ അവർ ഇസ്ലാം മതത്തിലോട്ട് മാറിയതായിട്ട് ഒഫീഷ്യലി അവരെ അറിയിച്ചിട്ടുണ്ട്. ഒരു PDF തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, സോ സാഡ്, വളരെ ദുഃഖകരം, എന്ത് ചെയ്യാം, ഇത് പറയാൻ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ. അവർക്ക് ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ വെച്ചിട്ട്, ഈ പല മതസ്ഥരുള്ള സമ്മേളനത്തിൽ വെച്ചിട്ട് ഇന്നേ വരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മെത്രാൻ യേശുവാണ് ഏകരക്ഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും വേണ്ട. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ജോർജ് കൂവക്കാട്ട് പിതാവ്, അദ്ദേഹമാണ് ഇൻ്റർ റിലീജിയസ് ഡയലോഗിൻ്റെ ഹെഡ്. ആ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പോലും അവർക്ക് ഈ സത്യം പറയാൻ പറ്റുന്നില്ല. ഈ സത്യം പറയാത്തതാണ് നമ്മൾ കറിക്ക് ഉപ്പിടുന്നത് പോലെ 2.3% ക്രിസ്ത്യാനികളായിട്ട് ഭാരതത്തിൽ കഴിയുന്നത്. അതുകൊണ്ട് പറയുമ്പോഴവരെ ഇതൊക്കെ ആര് തിരുത്തും? നമ്മൾ നാളെ വരാൻ പോകുന്ന നമ്മുടെ യുവജനങ്ങൾ എന്ത് കണ്ടാണ് അവർ വളരേണ്ടത്? നോക്കണം, സെപ്റ്റംബർ 8 മാതാവിൻ്റെ ബർത്ത്ഡേ ആണ്. അതിന് ഞങ്ങൾ യാതൊരുവിധ കലാപരിപാടിയില്ല. അന്ന് ഞങ്ങൾ കുർബാനയ്ക്ക് വരും, വേണമെങ്കിൽ 2 ബന്നോ അല്ലെങ്കിൽ പഴമോ അല്ലെങ്കിൽ ഉണ്ണിയപ്പോ ഞങ്ങൾ വിതരണം ചെയ്യും, കഴിഞ്ഞു. മാവേലി വരുമ്പം ഞങ്ങളങ്ങോട്ട് പൂക്കളിട്ട് ആഘോഷിക്കും. ഞങ്ങൾ മാവേലി ഫാൻസി ഡ്രസ്സായിട്ട് ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾ സദ്യ വിളമ്പും. അപ്പോൾ ഇത് കാറ്റഗിസം പിള്ളേരെ കൊണ്ട് കളിപ്പിക്കുന്നത്. ഈ പിള്ളേർ എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്? സിസ്റ്ററെ ഈ മാവേലി ഏത് വിശുദ്ധനാ, ഏത് രാജ്യത്ത് ചിന്തിച്ചത് വിശുദ്ധനാന്ന് ചോദിച്ചാൽ എന്ത് പറയും? മക്കളെ, ഇത് നമ്മളായിട്ടൊരു ബന്ധമില്ലാത്തതാണ് പറയേണ്ടി വരില്ലേ? അപ്പം ഇവിടെയാണ് നിങ്ങളാണ് ഈ വിശ്വാസത്തെ വെള്ളം ചേർത്ത് പിള്ളേരെ വിശ്വാസം നശിപ്പിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കാൻ ഒരാൾക്കും കേരളത്തിൽ പറ്റുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ വേറെ നിവൃത്തിയില്ല. ആരെങ്കിലുമൊക്കെ ഇത് പറയണ്ടേ? ഡാനിയൽ അച്ഛൻ മിണ്ടുന്നില്ല, ഡൊമിനിക് അച്ഛൻ മിണ്ടുന്നില്ല, സേവകൻ അച്ഛൻ ഇങ്ങനെയെങ്കിലും പറഞ്ഞു. തോമസ് വാഴച്ചാരിക്കൽ അച്ഛൻ, മൗണ്ട് നെബോയിൽ അച്ഛൻ വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇത് തെറ്റാണെന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നായകൻ പറയുമ്പോൾ അച്ഛൻ മിണ്ടുന്നില്ല. കാരണം ഇവരൊക്കെ മിണ്ടിയ അപ്പം ഇവരുടെ ആഫീസ് പൂട്ടിക്കും. എനിക്കറിയാം, ഒരു ചാനലിൽ ശക്തമായിട്ട് വചനപ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ആത്മായ വചനപ്രഘോഷകനെ ഇനി മേലിൽ ഈ ചാനലിൽ വചനം പ്രഘോഷിക്കരുത് എന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് ഉത്തരവ് വന്നു. എന്തുമാത്രം ജലസിയാണ്, അസൂയാണ് അങ്ങേ മുകളിൽ വരെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി വിളിക്കരുത് എന്നുള്ളത്. ഇനി ഈ ചാനൽ, വളരെ ഫേമസ് ആയിട്ടുള്ള ചാനലിൽ നിങ്ങൾ വിളിക്കരുത്. മറ്റൊരു കാത്തലിക് കേരളത്തിലെ ചാനലിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് പൂട്ടിക്കാൻ ഫോൺ വിളിച്ച് പറഞ്ഞ് പൂട്ടിച്ചൊരു മെത്രാനുണ്ട്. അതായത് ഫ്രാൻസിസ് പാപ്പയെ പറ്റി അവർ വാർത്ത കൊടുത്തു, ജെന്യൂൻ ആയിട്ടുള്ള വാർത്തയാണ്. പക്ഷേ ഇവർ യേശുവിനേക്കാളും പാപ്പ ആരാധകരായതുകൊണ്ട് അവർക്ക് ഇത് സഹിക്കുന്നില്ല, ഈ വാർത്ത ആളുകൾ അറിയും. അപ്പം കമൻറ്റ് ബോക്സ് കൂട്ടാൻ പറഞ്ഞതിൻ്റെ കാരണം അത് കമൻറ്റ് ബോക്സിൽ ആൾക്കാർ മാർപ്പാപ്പയെ പറയാത്ത ഒന്നുമില്ല. 99% ആൾക്കാരും ഈ ചാനലിൻ്റെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മാർപ്പാപ്പയെ പറയുകയാണ്. കാരണം കത്തോലിക് വിശ്വാസത്തിന് എതിരായിട്ടുള്ള കാര്യമാണ് പാപ്പ പറയുന്നത്. സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്ക് അവർ റിയാക്ട് ചെയ്യും. നിങ്ങൾ എത്ര നാൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളിങ്ങനെ പൊട്ടിക്കും? അപ്പോൾ ഇതാണ് കേരളത്തിലെ സിറ്റുവേഷൻ. ഇവർക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവരോ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരെ വീഡിയോസ് അവർ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു, കമൻറ്റ് ബോക്സ് പൊട്ടിക്കുന്നു. അപ്പോൾ ഇത് ആര് തിരുത്തും? ഇതാര് പറയും? അപ്പോൾ എന്നെ പറയുമ്പോൾ ഞാൻ വളരെ വേദനയോട് കൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. മറ്റൊരു കാര്യം, എൻ്റെ ഒരു സുഹൃത്ത്, 2 സുഹൃത്തുക്കൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കണം നമ്മൾ എവിടം വരെ എത്തി എന്നുള്ളത്. ഇന്ന് ഒരു പള്ളിയിൽ പറഞ്ഞ അറിയിപ്പ്, അടുത്ത വെള്ളിയാഴ്ച തിരുവോണമായതിനാൽ പതിവുള്ള ദിവ്യകാരുണ്യ ആരാധന ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ ഏതാണ് ഇടവക ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചത് നമ്മൾ എവിടം വരെ എത്തിയിരിക്കുന്നു എന്നുള്ളത്. അടുത്ത വെള്ളിയാഴ്ച തിരുവോണമായതിനാൽ പതിവുള്ള ദിവ്യകാരുണ്യ ആരാധന ഉണ്ടായിരിക്കുന്നതല്ല. എവിടെ എത്തി? നിങ്ങൾ പറ. എനിക്ക് അരിശം വരാതിരിക്കൂ? ദൈവാത്മാവുള്ളൊരു വ്യക്തിക്ക് അരിശം വരാതിരിക്കോ? നിങ്ങളിത് പറ. എന്താണ് നിങ്ങൾ കേരളത്തിലെ മെത്രാന്മാരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് ദ്രോഹമാണ്? നിങ്ങളൊന്ന് വാ തുറന്ന് സംസാരിക്കും. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവിടെ ഇത് ഓണാഘോഷം വേണ്ട, ദിവ്യകാരുണ്യ ആരാധന നടത്തണം എന്ന് നിങ്ങൾക്ക് പറയാം? മറ്റൊരു വ്യക്തി പറഞ്ഞത് പതിവുള്ള പരിശുദ്ധ കുർബാനയും കുമ്പസാരവും പോലും പല പള്ളികളിലും മാറ്റിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ രോഷം വന്നില്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയല്ല, ഞാനൊരു കത്തോലിക്കനല്ല, ഞാൻ വെറും ജീവശവമാണ്, ഒരു ലൂക്ക് വോമാണ് ഞാൻ. എന്നെക്കൊണ്ട് ഇതിനെതിരെ റിയാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ ആം എ ലൂക്ക് വോം. ചൂടുമല്ല തണുപ്പുമല്ല, എന്നെ യേശു തുപ്പിക്കളയും.
മന്നോഷ്ടനായ ആത്മാവാണ് ഞാനെന്ന് പറയേണ്ടി വരും ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ വേദനയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇത് ഓണത്തിന് മാത്രം വിഷയമല്ല, ഇത് ഓണത്തിന് മാത്രമായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇവൻ എന്താണ് ഹൈന്ദവ RSSും BJP സംഘപരിവാറും ഹിന്ദു ഐക്യവേദി സംഘടനകളൊക്കെ ആരോപിക്കുന്ന മെയിൻ ആരോപണം എന്താണ്? നിങ്ങൾ കത്തോലിക്കർക്ക് ഒന്നും സ്വന്തമായിട്ടില്ല, നിങ്ങൾ ഞങ്ങളുടേത് കോപ്പിടിക്കുന്നു. കണ്ടോ, സാംസ്കാരിക അനുരൂപണം എന്ന് പറഞ്ഞാൽ കാണിച്ച സകല തോന്നിവാസവും നമുക്കെതിരെ അടിക്കുന്നത് കണ്ടില്ലേ? അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഊട്ടുനേർച്ച, നിങ്ങൾക്ക് ഊട്ടുനേർച്ച, ഞങ്ങൾക്ക് നിലവിളക്കുണ്ട്, നിങ്ങൾക്ക് നിലവിളക്കുണ്ട്. ഞങ്ങളുടെ നിലവിളക്ക് ശിവലിംഗമാണ്, നിങ്ങളത് വെട്ടിയിട്ട് കുരിശ് നിങ്ങൾ നാട്ടിയിട്ട് നിങ്ങളുടെ പള്ളിയിൽ വെക്കുന്നു. ഞങ്ങൾ നിലവിളക്ക് തിരി വെച്ചിട്ട് ഞങ്ങൾ അതിൽ എണ്ണ എടുത്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളും അതേപോലെ നിങ്ങളും ചെയ്യുന്നു. ഞങ്ങൾക്ക് അരവണയുണ്ട്, നിങ്ങൾക്കും അതേപോലെയുണ്ട്. ഞങ്ങൾ ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കുന്നു, നിങ്ങളും ആനയെ എഴുന്നള്ളിക്കുന്നു. ഞങ്ങളുടെ അതേ മാതൃക നിങ്ങൾ കൊടിമരം പണിയുന്നു, ഞങ്ങൾ അതേ മാതൃകയുള്ള നേർച്ചകൾ നിങ്ങൾക്കും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. ഞങ്ങൾക്ക് യോഗയുണ്ട്, നിങ്ങളത് ക്രിസ്തീയ യോഗയാക്കിയിട്ട് നിങ്ങളത് മാറ്റി. അപ്പം ഇവർ പറയുന്ന കാര്യത്തിൽ സത്യമില്ലേ? അതായത് നമുക്കൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ അവിടുത്തെ കോപ്പിടിക്കുന്നത്? സത്യത്തിൽ അങ്ങനെയാണോ? നമുക്കെല്ലാം ഉണ്ട്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഈ സാംസ്കാരിക അനുരൂപണം എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്നാണ് എന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ടല്ലേ നമ്മുടെ പിള്ളേർക്ക് ഒരു ആശയക്കുഴപ്പം വരുന്നത്. ഒന്നും വേണ്ട, കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ നോക്കൂ. ഈശോയെ സംബന്ധിച്ചൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് എന്താണ്? യേശു ദേവൻ്റെ ബർത്ത്ഡേ ആണ്, ഫീസ്റ്റ് ഡേ ആണ് ഇന്ന്, അല്ലെങ്കിൽ തിരുനാളാണെന്ന്. യേശു ദേവൻ ഉയർത്തെഴുന്നേറ്റു. കാരണം നമ്മൾ കൊടുത്തൊരു മെസ്സേജാണിത്, യേശു പല ദൈവങ്ങളിൽ ഒരു ദേവനാണ്. കാരണം ദർ ഈസ് നത്തിങ് യുണീക്ക് അബൌട്ട് കേരള കാത്തലിസം. ഒന്നും അനന്യമായിട്ട് നമുക്കൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കോപ്പി എടുത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അവസാനം വേളാങ്കണ്ണി പള്ളിയിൽ പോലും വിളിച്ചു പറയേണ്ടി വന്നു, ഇങ്ങനെയുള്ള ചില ആചാരങ്ങൾ ഈ പള്ളിയിൽ ചെയ്യരുത്, ഇത് യേശുവായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം അവർ അവിടെയുള്ള തമിഴ്നാട്ടിലുള്ള ഹിന്ദുസ് ചെയ്യുന്ന അതേ കാര്യം പള്ളിയിൽ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വത്തിക്കാൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ വിളിച്ചു പറയേണ്ടി വന്നു, നിങ്ങൾ ഇതിൽ ചെയ്യരുത്, മലയാളത്തിലടക്കം പറയേണ്ടി വന്നു. എന്തൊക്കെയോ അവർ രീതിയിലുള്ള ആചാരങ്ങൾ ചെയ്യാറുണ്ട്, അതൊന്നും പള്ളിക്കകത്ത് ചെയ്യരുത്, ഇത് ക്രിസ്തുവായിട്ട് ഒരു ബന്ധവുമില്ല. ഇതുപോലെ നമുക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് പറയാൻ ഈ ഓണാഘോഷമായിട്ട് ഒരു ബന്ധമില്ല, എന്തിനാണ് ഇതിന് അമിത പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത്. ഇവർക്കൻ അച്ഛൻ പറയുന്ന മറ്റൊരു കാര്യം, അതായത് ഈ ഓണപ്പൂക്കളെല്ലാം ഓണപ്പൂക്കളൊക്കെ എടുത്തിട്ട് നമ്മൾ പള്ളിക്കകത്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ. പന്ത്രണ്ടാമത്തെ അധ്യായം, അതിൽ 25ഉം 26ഉം തിരുലിഖിതങ്ങൾ. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 25ഉം 26ഉം തിരുത്. അങ്ങനെ കർത്തൃസന്നിധിയിൽ ശരിയായത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകും. ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ. ദൈവത്തിന് സമർപ്പിച്ച ആ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൈവത്തിന് സമർപ്പിച്ച വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവിത്രമായ ഭവനത്തിൽ പ്രാർത്ഥനാ മുറി, നമ്മുടെ ഭവനം വെഞ്ചരിച്ച സ്ഥലം, നമ്മുടെ ഇടവക ദേവാലയം, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെയുള്ള അന്യദൈവങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇത് ഓണക്കളിയോ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതൊന്നും പള്ളിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഇത് നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് വേർതിരിച്ച് വിശുദ്ധമാക്കിയ സ്ഥലത്തേക്ക് അത് കൊണ്ടുവരാൻ പാടില്ല. നിങ്ങൾ വായിച്ചു നോക്കിക്കേ, എന്താ പറഞ്ഞത്? ദൈവത്തിന്. അപ്പോൾ പ്രിയമുള്ളവർ വ്യക്തമാണോ? അപ്പം ഇങ്ങനെ ഇതുപോലെ ഒരു മെത്രാൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് സ്റ്റാറ്റസ് എങ്കിലും ആയിട്ട് ഇടാമായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലൈന ഡോമിനിസ് തേക്കും ബെനഡിക്താത്തുൻ മുളിയരിബൂസ് എ ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് യേസൂസ് സാങ്താ മരിയ മാതർ ദെ ഓര പ്രൊനോബിസ് പെക്കാത്തോരിബൂസ് നുങ്കേത്തിനോര ഓർത്തിസ് നോസ്രെ ആമേൻ. വിവാ ക്രിസ്തോറെ.